നിങ്ങളുടെ യാത്ര വഴിമധ്യയിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ സ്പെയർ ടയർ മാറ്റിയിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെയർ ടയർ എടുക്കും, അതേപോലെ ജാക്ക് ആൻഡ് ടൂൾസ് കൊടുക്കും. ചില കേസുകളിൽ എന്നെ ചില കസ്റ്റമേഴ്സ് വിളിച്ചു ചോദിക്കാറുണ്ട്, സ്പെയർ ടയർ ഉണ്ട് പക്ഷേ ജാക്ക് ആൻഡ് ടൂൾസ് ഇതിനകത്ത് കാണുന്നില്ല എന്ന്. അപ്പോൾ ചില വാഹനങ്ങൾ, മാരുതിയുടെ വാഹനമായിക്കോട്ടെ മറ്റ് ചില ബ്രാൻഡിയുടെ വാഹനങ്ങളായിക്കോട്ടെ, ജാക്ക് ആൻഡ് ടൂൾസും അതേപോലെ നമ്മൾ സ്പെയർ വീലും എവിടെയാണ് ഇരിക്കുന്നത് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ വീൽ സ്പാൻഡർ എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. സാധാരണ ഇപ്പോൾ ഇത് മാരുതി എർട്ടിഗ വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെയർ ടയർ ഈ ബാക്ക് സൈഡിലാണ്, ഏറ്റവും താഴെ ഭാഗത്താണ് ഇതിനകത്ത് സ്പെയർ ടയർ വരുന്നത്. ഇതിന് ജാക്ക് ആൻഡ് ടൂൾ സാധാരണ ഇതിൽ എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്. ജാക്ക് ആൻഡ് ടൂൾ വരുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്തായിരിക്കും. നമ്മുടെ ഡിക്കി തുറന്നിട്ട് അതിനകത്തുള്ള മാറ്റ് പൊക്കി കഴിഞ്ഞാൽ അതിന് താഴെ ഭാഗത്തായിരിക്കും ജാക്ക് ആൻഡ് ടൂൾസ് വരുന്നതിൽ ചെറിയ തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷേ ഒട്ടുമിക്ക ഒരു 90% വാഹനത്തിനകത്തും ആ ഭാഗത്ത് തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ചില വാഹനങ്ങളിനകത്ത്, ഇപ്പോൾ ഇതൊരു മാരുതി എർട്ടിഗ വാഹനമാണ്, ഇതിൻ്റെ ജാക്ക് ആൻഡ് ടൂൾ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജാക്കും വരുന്നുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ വീൽ സ്പാൻഡർ ടൂൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. മാരുതിയുടെ സ്വിഫ്റ്റ് 2018 മോഡൽ സ്വിഫ്റ്റിനൊക്കെ വരുന്നത് ഇതേ സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ചില വാഹനങ്ങൾക്ക് ഈ ഒരു സൈഡ് ഭാഗങ്ങളിലും ഇതിന് ടൂൾസ് വരുന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചു വയ്ക്കലുണ്ട്, ഈ ടൂൾസ് കാണാനില്ല എന്നിട്ട് ചില കസ്റ്റമേഴ്സ് നമ്മോട് പരാതിപ്പെടലുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഈ താഴെ ഭാഗത്ത് ചെക്ക് ചെയ്യുക, താഴെ ചെക്ക് ചെയ്തതിനു ശേഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗത്തോട് ചെക്ക് ചെയ്യുക, അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സാധനം ഉണ്ടാവില്ല. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ ജാക്ക് ആൻഡ് ടൂൾസ് വെക്കലുണ്ട്. ഒരു 7 സീറ്റർ ഒരു കിടിൽ വാഹനം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിലിരുന്ന ഒരു സെഡാൻ സെഗ്മെൻറ്റിലിരുന്ന 80 ഗിയർ ബോക്സിലിരുന്ന ഫോർഡിൻ്റെ ആസ്പെയറും വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഡീസൽ എഞ്ചിൽ 7 സീറ്റ് വാഹനങ്ങൾ ഒത്തിരി പേര് അന്വേഷിച്ച് നടക്കുന്ന വാഹനമാണ് 2014 മോഡൽ നിൽക്കുന്ന എർട്ടിഗ എന്ന വാഹനം. KL21 നെടുമങ്ങാട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 90,000 കിലോമീറ്റർ വീഡേ എന്ന പേര് നിൽക്കുന്ന വാഹനം. 1.3 ലിറ്റർ വരുന്ന ഡീസൽ എഞ്ചിൻ DDI എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം വരും. 7 സീറ്റ് വാഹനത്തിൽ 17 to 18 റേഞ്ചിൽ നമുക്ക് മൈലേജ് ഒരു 17 എന്തായാലും നമുക്ക് ഒരു ആവറേജ് പ്രതീക്ഷിക്കാവുന്ന ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന 7 സീറ്റ് പർപ്പസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുമ്പോൾ നോർമൽ റണ്ണിങ് കാര്യങ്ങളെല്ലാം വരുന്ന ഈ ഒരു വാഹനം നമുക്ക് 4,65,000 രൂപയ്ക്ക്. ഇനി ഒരു ലോ കിലോമീറ്ററിൽ ഒരു ഫോർഡിൻ്റെ ആസ്പെയർ, അതും ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2015 മോഡലിൽ നിൽക്കുന്ന ഫോർഡ് ആസ്പെയർ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള, നിയർ ബൈ 20,000 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രം റൺ ചെയ്തിട്ടുള്ള ടൈറ്റാനിയം എന്നുള്ള വേരിയൻറ്റ്, ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വാഹനം. ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് അതിന് ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന അലോയ് വീൽസ് വരുന്നു, ഫോഗ് ലാംപ്സ് വരുന്നു, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ് വരുന്നു, ഓട്ടോ ക്ലൈമറ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന സെഡാൻ സെഗ്മെൻറ്റിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് 80 ഗിയർ ബോക്സ്, നല്ല പെർഫോമൻസ് ലഭിക്കുന്ന, നല്ല യാത്രാ കംഫർട്ട് ലഭിക്കുന്ന, വളരെ ലോ കിലോമീറ്ററോടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,75,000 രൂപക്ക്. അത്യാവശ്യം ടയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഫോർഡ് ആസ്പെയർ എന്ന വാഹനവും മാരുതിയുടെ എർട്ടിഗ 7 സീറ്റ് ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനവും രണ്ടും സിംഗിൾ ഓണർഷിപ്പിൽ പ്രോപ്പർലി സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.